പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ചിഹ്നം വന്നിട്ടുണ്ടോ? പലർക്കും ഇത് കണ്ട് പേടിയാണ്. എൻ്റെ മോണിറ്റൈസേഷൻ പോകുമോ, ചാനലിന് പ്രശ്നമാണോ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഈ 3 ചിഹ്നങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇത് നിങ്ങളുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മുന്നോട്ട് മനസ്സിലാക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട്. ആ സ്ക്രീൻ റെക്കോർഡിലൂടെ തീർച്ചയായിട്ടും അതൊന്ന് വിശദീകരിച്ച് ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് എന്താണെന്ന് നോക്കാം. ഇവിടെയായിട്ട് ഒരു വീഡിയോ ഷോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നോട്ടീസ് എന്ന് കാണുന്നുണ്ട്. ആ നോട്ടീസ് എന്നുള്ളിടത്തോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ തന്നെ നോ നോട്ടീസ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ വീഡിയോ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ സെറ്റിങ്ങുകൾക്കനുസരിച്ച് വരുമാനം നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം ഇത് നോട്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതേസമയം ചിലപ്പോൾ ഈ നോട്ടീസ് എന്നുള്ളിടത്ത് ചിലപ്പോൾ ഈ ചിഹ്നങ്ങളിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന മാതിരിയുള്ള ഈ 3 ചിഹ്നങ്ങൾ ഏതെങ്കിലും ഒരു ചിഹ്നമായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ ആ ഈ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യമേ നമ്മൾ ഈ ചിഹ്നം എന്തിനെക്കുറിച്ചാണ്, ഈ ഓരോ ചിഹ്നവും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ചുമപ്പ് ചിഹ്നം അതെന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, ചുമപ്പ് ചിഹ്നത്തെപ്പറ്റി പറയുന്നത് ഇതാണ്: ഒരു വീഡിയോ ബ്ലോക്ക് ചെയ്തതോ വരുമാനം നേടാൻ യോഗ്യതയില്ലാത്തതോ പോലുള്ള പൂർണ്ണമായ പരിമിതിയെ സൂചിപ്പിക്കുന്നതാണ് ഈ റെഡ് ചിഹ്നം എന്ന് പറയുന്നത്. അതായത് ഈ ചിഹ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് പ്രത്യേകമായിട്ടും അതായത് നമുക്ക് വരുമാനം തീർച്ചയായിട്ടും നമുക്ക് ആഡ്സെൻസ് വരുമാനമൊന്നും ആ വീഡിയോയ്ക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഇങ്ങനെയുള്ള ചിഹ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് അത് തീർച്ചയായിട്ടും അത് ആ ഒരു അതായത് ഇതേമാതിരി റെഡ് ചിഹ്നം വന്നിട്ടുള്ള വീഡിയോ അത് മുന്നോട്ട് അവിടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനം മുന്നോട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് അതിനെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ഈ ഒരു ചുമന്ന ചിഹ്നം. അതേസമയം അതിന് തൊട്ടടുത്തായിട്ട് മഞ്ഞ ഈ ഒരു ചിഹ്നം ഉണ്ട്, അല്ലേ? ഐക്കോൺ ഉണ്ട്, മഞ്ഞ ഐക്കോൺ. അപ്പോൾ ആ ചിഹ്നത്തെ സൂചിപ്പിക്കുന്ന ഇതാണ്: പരിമിതമായ പരസ്യ വരുമാനം അല്ലെങ്കിൽ പ്രായ നിയന്ത്രണം പോലുള്ള ഭാഗികമായ പരിമിതിയെ സൂചിപ്പിക്കുന്നതാണ് ഈ മഞ്ഞ ചിഹ്നം. അതായത് ഈ ചിഹ്നം ചിലപ്പോൾ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ, അതായത് ആഡ്സെൻസ് വരുമാനത്തിൽ പല കൺട്രിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. അതപ്പോൾ നമ്മുടെ വീഡിയോ അവിടെയൊക്കെ ചില നിയന്ത്രണങ്ങൾ കാരണം നമുക്കത് വരുമാനം അവിടെയൊക്കെ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണിത്. അതുകൊണ്ട് പ്രായപരിധി, കുട്ടികളുടെ പ്രായപരിധി അതിൽ നിയന്ത്രണമാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ ഐക്കോണിനെ സൂചിപ്പിക്കുന്ന ഇതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത ഗ്രേ ഐക്കോണിനെ പറ്റി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഉടനടി പരിമിതികൾക്ക് കാരണമാകാത്ത ഒരു വിവര അറിയിപ്പ്. അതായത് നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മുന്നോട്ട് ചില കാരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണിത്. അപ്പോൾ ഇങ്ങനെ ഗ്രേ ഐക്കോൺ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ വരുമാനത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ യെല്ലോ ഐക്കോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ചില സ്ഥലങ്ങളിൽ ചില കൺട്രിയിലൊക്കെ ഇതുകൊണ്ടൊക്കെ വരുമാനത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് യെല്ലോ ഐക്കോൺ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ വീഡിയോയിൽ ഇതുപോലൊരു യെല്ലോ ഐക്കോൺ വന്നു. ആ യെല്ലോ ഐക്കോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയായിട്ട് എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഇതുകൊണ്ടൊക്കെ യെല്ലോ ഐക്കോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ നോട്ടീസ് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്തിട്ട്, അതായത് ഇവിടെ യെല്ലോ ഐക്കോൺ വന്നിടത്തോട്ട് ടച്ച് ചെയ്തിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയായിട്ട് മാനേജ് ആഡ്സ് എന്നുള്ള തൊട്ട് താഴെയായിട്ടുള്ള അവിടോട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ ആ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഈ തൊട്ട് താഴെയായിട്ട് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു കോളം കാണാനായിട്ട് സാധിക്കും. ആ കോളത്തിൽ ഒരു ടിക്ക് ഉണ്ടല്ലേ? ആ കോളത്തിലെ ആ ടിക്ക് അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് ഇത് ഒഴിവായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ കോളത്തിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇത് തിരികെ വന്നിട്ട് ഞാനത് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നോക്കാം. ഇതിൽ
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നോട്ടീസ് എന്നുള്ളിടത്ത് ആ യെല്ലോ ചിഹ്നം വന്നിരുന്നത് അത് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതപ്പോൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ വായിച്ച് നോക്കണം അത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് മുന്നോട്ട് അത് പോയി ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ആ യെല്ലോ ഐക്കോൺ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഒഴിവാക്കാതിരുന്നാലും അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ചിഹ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല, നോട്ടീസിന് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പെർഫെക്റ്റ് ആണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം നമ്മുടെ ചാനലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഇടത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് മറ്റൊരിടത്താണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോയിൽ തന്നെ, അതായത് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് 2 കോളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ 2 കോളത്തിലും ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഞാനിപ്പോൾ ഇവിടെയായിട്ട് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ കോളത്തിൽ ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെയായിട്ട് കാണിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നണ്ണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കും അതും നണ്ണെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് വേറെ എന്തെങ്കിലും ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇതൊരു പുതിയ അപ്ഡേറ്റ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെയൊക്കെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത്, അതായത് ചാനൽ വയലേഷൻ എന്തെങ്കിലും, അതായത് നമ്മുടെ ചാനലിന് വയലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് എനിക്ക് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമും ടിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഡ്സെൻസ് അക്കൗണ്ടും അതും ഇതുകൊണ്ട് തന്നെ ടിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ കാണാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനൽ പുതിയൊരു ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാണിക്കുന്ന ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും YT സ്റ്റുഡിയോയിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റ്, ഈ ഒരു മാറ്റം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇതിൽ ഏത് ചിഹ്നമാണ് ഇപ്പോൾ ഈ കാണിച്ചതിൽ ഏത് ചിഹ്നമാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.